ക്രിസ് ദോമോസ് കുടുംബ കേന്ദ്രീകൃത വിശ്വാസ പരിശീലനത്തിന് ഒരു പുത്തൻ മുഖച്ഛായ നൽകിക്കൊണ്ട് തൃശൂർ അതിരൂപത 2024-25 പ്രവർത്തക വർഷത്തിൽ ആവിഷ്കരിച്ചിരിക്കുന്ന വിശ്വാസ കൈമാറ്റ മുന്നേറ്റ യജ്ഞത്തിൻ്റെ മറ്റൊരു കാൽവെപ്പ് കോളങ്ങാട്ടുകര സെൻറ് മേരീസ് ഇടവക ദേവാലയത്തിൽ വെച്ച് 2024 ജൂലൈ മാസം 14-ാം തീയതി വളരെ മനോഹരമായി ക്രിസ് ദോമോസ് സംഘടിപ്പിക്കുകയുണ്ടായി. മതബോധന യൂണിറ്റിന്റെ പൂർണ്ണ പിന്തുണയോടെയും സഹകരണത്തോടെയും നടത്തിയ ഈ പരിപാടിയിൽ അതിരൂപത വിശ്വാസ പരിശീലന കേന്ദ്രത്തിൽ നിന്നുള്ള റിസോഴ്സ് ടീം നേതൃത്വം നൽകി. കുടുംബ കേന്ദ്രീകൃത വിശ്വാസ പരിശീലനത്തെ ഉജ്ജ്വലിപ്പിക്കാനും ശക്തിപ്പെടുത്താനും ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഈ അർദ്ധദിന സെമിനാർ ക്രിസ് ദോമോസ് അതിരൂപതയിലെ എല്ലാ ദേവാലയങ്ങളിലും സംഘടിപ്പിച്ച് സുവിശേഷ മൂല്യങ്ങൾക്ക് അധിഷ്ഠിതമായ ഒരു സമൂഹ സൃഷ്ടിയിലേക്ക് ഒരു കാതം കൂടി മുന്നേറുവാൻ സാധിക്കട്ടെ എന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. സ്നേഹമുള്ളവരെ, ക്രിസ് ദോമോസ് എന്ന പേരിൽ ഇടവക തലത്തിൽ വിശ്വാസ പരിശീലനം നേടുന്ന കുട്ടികളും അവരുടെ മാതാപിതാക്കളും അധ്യാപകരും ഒക്കെ വിവിധ വിശ്വാസ തലത്തിലുള്ള ഒരു പ്രായോഗിക പരിശീലനം നൽകുന്ന രീതിയിലുള്ള ഒരു പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുന്നു. എന്നെ സംബന്ധിച്ചോളം ഈ കൊച്ചിടവകയിൽ വളരെ ആളുകളുടെ പങ്കാളിത്തം വളരെ സജീവമായിട്ട് തന്നെ ആ പ്രോഗ്രാമിന് വേണ്ടി അവരൊരു കാര്യം എത്തിച്ചേർന്നത് വലിയ സന്തോഷം ഉണ്ടാകുന്ന ഒരു കാര്യം തന്നെയാണ്. അതിൽ മറ്റൊരു പ്രത്യേകത കണ്ടത് അവരെ രണ്ട് ഗ്രൂപ്പായി ചെറിയ കുട്ടികൾ, കുറച്ചുകൂടി മുതിർന്ന കുട്ടികൾ, പിന്നെ മാതാപിതാക്കൾ. കാരണം 3 ഗ്രൂപ്പായി തിരിഞ്ഞിട്ട് ആ 3 ഗ്രൂപ്പിനെയും അവരുടെ തലത്തിൽ ഇറങ്ങി ചെന്ന് കൊടുക്കുന്ന ക്ലാസ്സുകളാണ് ഞാൻ ഇവിടെ കാണാനിടയായി മനസ്സിലാക്കാനിടയും. കുട്ടികളാണെങ്കിലും മാതാപിതാക്കളാണെങ്കിലും വളരെ സജീവമായി ദൈവതീക്ഷയോടുകൂടി ഇനിയും ഞങ്ങൾ പങ്കെടുത്ത് കൊടുക്കുന്ന വിശ്വാസ പരിശീലനത്തിൻ്റെ കുറവുകളുണ്ടെന്ന് കണ്ടെത്താൻ കഴിയുന്ന തരത്തിൽ അവർ വളരെ ആകാംക്ഷയോടെ ക്ലാസ്സിൽ പങ്കെടുക്കുന്നത് കാണുമ്പോൾ വളരെ സന്തോഷം തോന്നുന്നു. അവർക്ക് ഈ ക്ലാസ്സുകൾ അവർക്ക് ഉപകാരപ്രദമായിട്ടുണ്ട് എന്ന് തന്നെയാണ് അവരുടെ പങ്കാളിത്തത്തിലൂടെ ഞാൻ മനസ്സിലാക്കുന്നത്. ക്രിസ് ദോമോസ് എന്ന പ്രോഗ്രാം വളരെ നന്ദി ഇതിനു വേണ്ടി പ്രോഗ്രാം ആസൂത്രണം ചെയ്തവരെയും പ്രത്യേകിച്ച് അതിരൂപത മതബോധന കേന്ദ്രങ്ങളുടെ ഡയറക്ടറോടൊപ്പം പ്രവർത്തിക്കുന്ന എല്ലാ ടീമംഗങ്ങളെയും ഏറ്റവും സ്നേഹത്തോടെ നന്ദി ഓർക്കുന്നു. ഇത് വളരെ ഉപകാരപ്രദമായിട്ടുണ്ട് എന്ന് തന്നെയാണ് ഇതുവരെയുള്ള ഇത്തരം മണിക്കൂറുകൾ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. പ്രത്യേകം എല്ലാവർക്കും നന്ദി പറയുന്നത്.